2020 ലോകകപ്പിലെ നിർണായക സൂപ്പർ 8 പോരാട്ടത്തിന് ഇന്ത്യ ഇന്നിറങ്ങുകയാണ്. സിംബാബ്വേയുമായുള്ള മത്സരം രാത്രി 7-ന് ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആദ്യ മത്സരത്തിൽ തോറ്റ ഇന്ത്യക്ക് ജയം അനിവാര്യമാണ്. സഞ്ജു സാംസൺ ടീമിൽ തിരിച്ചെത്തിയേക്കും. ജയേഷ് പൂക്കോട്ടൂരുണ്ട് ചെന്നൈയിൽ നിന്നും തത്സമയം. ജയേഷ്, വെരി ഗുഡ് മോർണിംഗ് ജയേഷ്. ഇന്ത്യ ഇന്ന് ഇന്ത്യ ജയിക്കുമല്ലേ, പൊളിക്കും എന്നുള്ളതാണ്. പോയാൽ പോയി, കിട്ടിയാൽ നമ്മൾ ചിലത് കാത്തിരിക്കേണ്ടി വരും, ചില കണക്കൂട്ടലും വേണം അല്ലേ? എന്താണ് സാധ്യത ജയേഷ്? ജയേഷിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ഒരു സാധ്യത എങ്ങനെയാണ്? നമ്മുടെ സഞ്ജു ഇറങ്ങാൻ സാധ്യതയുണ്ടോ? ഡോക്ടർ അരുൺ, വെരി ഗുഡ് മോർണിംഗ്. അങ്ങ് സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്ക് കണക്കുകൂട്ടലുകൾ വേണമെന്ന്. സത്യം പറഞ്ഞാൽ കിരീട ഫേവറേറ്റുകളായി എത്തി ഒരു കാൽക്കുലേറ്ററും കൈ പിടിച്ച് നിൽക്കേണ്ട അവസ്ഥയിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെന്ന് പറയുന്നത്. കാരണം ഇന്ന് വിജയിച്ചാൽ മാത്രം പോരാ, ഇനിയുള്ള 2 മത്സരങ്ങളും ഇന്ത്യ വിജയിക്കുകയും വേണം, മറ്റ് ടീമിൻ്റെ മത്സരഫലം ആശ്രയിക്കുകയും വേണം. കാരണം സൂപ്പർ 8-ലെ ഗ്രൂപ്പ് 1-ൽ നിലവിൽ ഇന്ത്യ 3-ാം സ്ഥാനത്താണ്. -3.8 ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് എന്ന് പറയുന്നത്. +5 ഉള്ള ടീമുകൾ വെസ്റ്റ് ഇൻഡീസ് മുന്നിലുണ്ട്. ഒപ്പം തന്നെ +3 ഉള്ള സൗത്ത് ആഫ്രിക്ക 2-ാം സ്ഥാനത്തുണ്ട്. ഇന്ത്യയുടേത് മൈനസാണ്. ഇന്നത്തെ ഇന്ത്യയുടെ ആദ്യ ലക്ഷ്യമെന്ന് പറയുന്നത് സിംബാബ്വേയെ ഒരു വലിയ മാർജിനിൽ പരാജയപ്പെടുത്തുക. ഉദാഹരണത്തിന് സിംബാബ്വെ ഒരു 100 റൺസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ 7 ഓവറിൽ അത് മറികടന്നാൽ മാത്രമേ ഇന്ത്യയുടെ റൺ റേറ്റ് പോസിറ്റീവ് ആവുകയുള്ളൂ. അതുപോലെ തന്നെ അടുത്ത മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെയും ഏകദേശം അതേ മാർജിനിൽ തോൽപ്പിച്ചാൽ മാത്രമേ ഇന്ത്യയുടെ പോസിറ്റീവ് ആവുകയുള്ളൂ. അത്തരത്തിൽ വലിയ മാർജിനിലുള്ള 2 വിജയങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ഇന്ന് 3 മണിക്ക് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് വെസ്റ്റ് ഇൻഡീസും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള മത്സരം നടക്കുന്നത്. ആ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇത് വലിയ തിരിച്ചടി തന്നെയായിരിക്കും. കാരണം ഏറെക്കുറെ തുല്യ പോയിന്റുകൾ വരും. അങ്ങനെയാകുമ്പോൾ റൺ റേറ്റ് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കാൽക്കുലേറ്ററും മറ്റൊക്കെ എടുക്കേണ്ട ഒരു സാഹചര്യം വരും. അതല്ല, ഇന്ന് വെസ്റ്റ് ഇൻഡീസ് പരാജയപ്പെടുകയാണെങ്കിൽ ഇന്ത്യക്ക് പിന്നീടുള്ള 2 മത്സരങ്ങളും വിജയിച്ചാൽ മതി. മറ്റ് ഒരു അമിത മാർജിനിലുള്ള വിജയത്തിലേക്കൊന്നും ഇന്ത്യ കടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മറ്റ് മത്സരഫലം കൂടി ആശ്രയിച്ചിരിക്കും. പിന്നെ നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയുടെ മാറ്റങ്ങൾക്ക് സാധ്യത എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ബാറ്റിംഗ് പരിശീലകൻ സിദ്ധാൻഷു കോട്ട കഴിഞ്ഞ ദിവസം നടത്തിയ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ഇന്ന് മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നൊരു സൂചന. അതായത് സഞ്ജു സാംസൺ കളിക്കുമോ എന്നുള്ള ചോദ്യത്തിനായിരുന്നു മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ കളിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിൽ ഇടങ്കൈ ബാറ്റർമാർ ഒരുപാടുണ്ട്. ഓഫ് സ്പിന്നർ വലങ്കൈ ഓഫ് സ്പിന്നർമാരെ വെച്ച് ഇന്ത്യയെ ഫസ്റ്റ് ഓവറിൽ തന്നെ വീഴ്ത്തുന്നുള്ളൂ. കഴിഞ്ഞ 3 മത്സരത്തിലും ഇന്ത്യയുടെ ഓപ്പണർമാർ ആദ്യ ഓവറിൽ തന്നെ മടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു സൂചനയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് സഞ്ജു പ്ലേയിങ് ലെവലിലേക്ക് തിരിച്ചെത്തും. മാത്രമല്ല ചെന്നൈ സൂപ്പർ കിങ്സുമായി സൈൻ ചെയ്ത ശേഷം ചെന്നൈയിൽ സഞ്ജു കളിക്കുന്ന ആദ്യത്തെ മത്സരമാണിത്. വലിയ ആരാധക പിന്തുണ ചേട്ടന് സഞ്ജുവിന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.